നമുക്കപ്പോൾ ഉള്ളത് ശ്രീ ലജേഷ് ആണ്. ഇവിടെ നമ്മുടെ മവോസയിൽ പങ്കെടുത്ത് ഒരു സെഷൻ കഴിഞ്ഞിട്ട് അദ്ദേഹം ഇറങ്ങിയിട്ടേ ഉള്ളൂ. നമുക്ക് എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ അനുഭവപ്പെട്ടു എന്നൊക്കെ നേരിട്ട് തന്നെ ചോദിക്കാം. എന്താണ് മവോസ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്? അത് താങ്കൾക്ക് എങ്ങനെയാണ് ഉൾക്കൊള്ളാൻ കഴിഞ്ഞത്? സോ ഞാൻ ഈ ഡിവൈഎഫ് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പരിപാടി ഓർഗനൈസ് ചെയ്യുന്നത്. സോ ഐ വാസ് നോട്ട് എക്സ്പെക്ടിങ് ദാറ്റ് ഇതൊരു ടിപ്പിക്കൽ സ്റ്റാർട്ടപ്പ് കോൺക്ലേവ് പോലെ ആവുന്നത്. ബട്ട് ദേ ഹാവ് ഓർഗനൈസ് റിയലി വെൽ. ഞാൻ ഇവിടെ കണ്ട കുറേ ആൾക്കാർ, ഒരുപാട് കുട്ടികൾ പിച്ച് ചെയ്യാനും വന്നിട്ട് ഞാൻ ദർ വാസ് സെഷൻ കഴിഞ്ഞപ്പോഴാണെങ്കിലും ഏകദേശം ഒരു 10ഓളം ആൾക്കാർ വന്നിട്ട് അവർ ബിസിനസ് ബിൽഡ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട്. അപ്പം നമ്മൾ കാണുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓൺട്രപ്രണർഷിപ്പ് ഫോക്കസ്ഡ് ആയിട്ട് കേരളം മാറുന്നതും ദർ വിൽ ബി മെനി. ഇപ്പോൾ CM പറഞ്ഞ പോലെ തന്നെ ഏകദേശം 1,00,000-ഓളം സ്റ്റാർട്ടപ്പുകൾ ഒക്കെ ബിൽഡ് ചെയ്യാനായിട്ടൊരു പോസിബിലിറ്റി കാണുന്നുണ്ട്. അപ്പോൾ ഇനി വരുന്ന അടുത്തൊരു 3-4 വർഷങ്ങളിൽ ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് എമർജിങ് ആയിട്ടുള്ള ടെക് ബേസ്ഡ് ആയിട്ടുള്ള തന്നെ ഒരുപാട് സ്റ്റാർട്ടപ്പുകളും അതുപോലെ കൺസ്യൂമർ പ്രൊഡക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്പുകളും ഉണ്ടാകാനുള്ള പോസിബിലിറ്റി അത് കാണുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് ഈ ഒരു പരിപാടിക്ക് 2000-ത്തിലധികം ഡെലിഗേറ്റ്സ് ആണ് വരുന്നത്. അത് നമ്മുടെ ഒരു വലിയൊരു മാറ്റം തന്നെയാണ്. അവിടെ ഇങ്ങനെ യങ്സ്റ്റേഴ്സിനെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് ഇപ്പോൾ ഡിവൈഎഫ് ഇന്ന് ഈ ഒരു പരിപാടി നടത്തുന്നു. മുമ്പോട്ടും ഇങ്ങനെ പലതും നമുക്ക് കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അതിനുള്ള അത്തരത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്? അതെ. അപ്പോൾ ഈ ഇന്നിപ്പോൾ ഇവിടെ വന്നതിൽ 90% ആൾക്കാരും യങ്സ്റ്റേഴ്സ് തന്നെയാണ്. പ്രത്യേകിച്ച് സ്കൂൾ കോളേജ് സ്റ്റുഡൻസുകളുണ്ട്, പിന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ അവരെല്ലാം ഓൺട്രപ്രണർഷിപ്പിനെ സീരിയസ് ആയിട്ട് കാണുന്നു. അതേപോലെ ഡിവൈഎഫ് ആസ് എ സംഘടന ഓൺട്രപ്രണർഷിപ്പിനെ സീരിയസ് ആയിട്ട് കാണുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ളതാണ്. കാരണം നമ്മൾ ഡിവൈഎഫിനെ പലപ്പോഴും പേര് കേട്ടിരിക്കുന്ന മറ്റേ കൊടി വിളിക്കാനും ജാഥകൾക്കും ഒക്കെ എഗ്നസ്റ്റ് ആണല്ലോ. അതിൽ നിന്നും തന്നെ മാറുന്നത് തന്നെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ്. ആൻഡ് ഐ ബിലീവ് ദാറ്റ് ദേ വിൽ കണ്ടിന്യൂ ഡൂയിങ് ദിസ് ഇൻ ദ കമ്മിങ് ഇയേഴ്സ് ആസ് വെൽ. ചിലപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഹഡിൽ നടത്തുന്ന പോലെ തന്നെ എല്ലാ വർഷവും മവാസ നടത്തട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. താങ്ക് യു.